ഞാനിപ്പോൾ നിൽക്കുന്നത് തണുത്ത കാലാവസ്ഥയുള്ള കേരളത്തിലെ ഇടുക്കിയിലോ വയനാടോ ഒന്നുമല്ല, നമ്മുടെ കോട്ടയത്താണ്. കോട്ടയത്ത് ചെങ്കളത്ത് അതുലിൻ്റെ വീട്ടിൽ കായ്ച്ചു നിൽക്കുന്ന അവക്കാഡോയുടെ ഒരു മരമാണ് ഈ കാണുന്നത്. ഈ ഒരു മരത്തിൽ നിന്ന് മാത്രമായിട്ട് ഒരു 35 കിലോയ്ക്ക് മുകളിലേക്കുള്ള കാര്യം കിട്ടും, അത് ഉറപ്പാണ് ഈ വർഷം. ഏകദേശം പറിക്കാറായി വരുന്നേ ഉള്ളൂ, എല്ലാം നല്ല മൂപ്പായില്ല. ഈ മരത്തിൻ്റെ കാ പഴുക്കുമ്പം വയലറ്റ് കളർ വരുമെന്ന് പറയുന്ന ഇതാണ്. ഇത് മുറിക്കുവാണെങ്കിൽ ഇതിങ്ങനെ കണ്ടിച്ചെടുത്താൽ ചൂട് കാലാവസ്ഥയിൽ കായ്ക്കുന്ന അവക്കാഡോ തൈകളുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വീഡിയോ ചെയ്തിരുന്നു. ഏകദേശം 1-2 വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ അവക്കാഡോ ചൂട് കാലാവസ്ഥയിൽ കായ്ക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞിരുന്നു. ഇത് കണ്ടില്ലേ, ഈ ഒരു മരത്തിൽ മാത്രം 35 കിലോയ്ക്ക് മുകളിൽ കായ്ച്ചു നിൽപ്പുണ്ട്. കാണുന്നതിന് എന്ത് ഭംഗിയാണെന്ന് നോക്കിയേ. ഞാനിപ്പോൾ നിൽക്കുന്നത് തണുത്ത കാലാവസ്ഥയുള്ള കേരളത്തിലെ ഇടുക്കിയിലോ വയനാടോ ഒന്നുമല്ല, നമ്മുടെ കോട്ടയത്താണ്. കോട്ടയത്ത് ചെങ്കളത്ത് അതുലിൻ്റെ വീട്ടിൽ കായ്ച്ചു നിൽക്കുന്ന അവക്കാഡോയുടെ ഒരു മരമാണ് ഈ കാണുന്നത്. ഈ മരം കണ്ടില്ലേ നിങ്ങൾ, നിറയെ കായ്ച്ചിട്ടുണ്ട്. ഏകദേശം അതിൽ പറയുന്നത് 35 കിലോ, ശരിക്കും 35-ന് പുറത്ത് കിലോ ഈ ഒരു മരത്തിൽ നിന്ന് മാത്രം അതിൽ കിട്ടിയിട്ടുണ്ട്. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ഈ ഒരു ക്ലൈമറ്റിൽ, നമ്മുടെ ചൂട് കാലാവസ്ഥയിൽ ഇതേ രീതിയിൽ കായ്ക്കുന്ന അവക്കാഡോയുടെ, ഇത് ബുള്ളോക്ക് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. ബുള്ളോക്കിൻ്റെ ക്വാളിറ്റിയുള്ള തൈകൾ ലഭിക്കുന്ന സ്ഥലമാണ് ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള നമ്മുടെ ക്ലൈമറ്റിൽ ചൂട് കാലാവസ്ഥയിൽ നന്നായിട്ട് ഇതുപോലെ കായ്ക്കുന്ന, ശരിക്കും പറഞ്ഞാൽ ഒരു മരം മതി. ഒരു മരം ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വീട്ടിൽ ആവശ്യത്തിന് എടുക്കാം, പുറത്ത് നമുക്ക് സെയിലും ചെയ്യാം. ആ രീതിയിലാണ്. അതിലൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ വെച്ചതാണ്, പക്ഷേ നല്ല രീതിയിൽ അതിലിപ്പോൾ ഹാപ്പിയാണ്. അതിൻ്റെ ഒരു ബൈറ്റും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഇത്രയും നല്ല വെറൈറ്റിയായ ഈ ബുള്ളോക്കിൻ്റെ തൈകൾ, ക്വാളിറ്റിയുള്ള തൈകൾ ലഭിക്കുന്ന സ്ഥലമാണ്, നഴ്സറിയാണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. നമുക്കൊന്ന് അങ്ങോട്ട് പോയാലോ? ഹായ്, എൻ്റെ പേര് അതുൽ. ഞാൻ ഇൻഫോസിസ് വർക്ക് ചെയ്യുന്നു. ഇത് 5 വർഷമായ അവക്കാഡോ ആണ്. ഇത് എടമറ്റം പുള്ളോക്ക് എന്നുള്ള ഇനമാണ്. എടമറ്റം എന്ന സ്ഥലത്ത് നിന്ന് പുള്ളോക്ക്. എൻ്റെ വീട് ചെങ്ങളത്താണ്, കോട്ടയം ജില്ല ചെങ്ങളം എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഇത് 15 ദിവസം കൂടെ ആയാൽ ഇതിൻ്റെ മൂപ്പായതാണ്. ഇതൊരു 1 കിലോ 1/2 കിലോ അടുത്തുണ്ട്. ഇത് ഈ ഒരു മരത്തിൽ നിന്ന് മാത്രമായിട്ട് ഒരു 35 കിലോയ്ക്ക് മുകളിലേക്കുള്ള കാര്യം കിട്ടും, അത് ഉറപ്പാണ് ഈ വർഷം. ഇതൊരു 3-ാം കൊല്ലമായപ്പോൾ കായ്ച്ചു തുടങ്ങിയായിരുന്നു. 4-ാം കൊല്ലത്തിൽ എനിക്കൊരു 10 കിലോയ്ക്ക് മുകളിൽ കാ കിട്ടിയിരുന്നു. ഈ വർഷം ഇത്രയും കായ ഉണ്ടായി, മുമ്പോട്ട് തന്നെ പ്രതീക്ഷിക്കുന്നു. ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് ഉണ്ടല്ലോ, പല സ്ഥലത്തും പല ക്ലൈമറ്റ് ആണല്ലോ. ഓക്കെ. അപ്പോൾ എവിടെ വെച്ചാലും കായ്ക്കുന്ന അവക്കാഡോ വെറൈറ്റി ഉണ്ടോ? അതാണ് അറിയേണ്ടത്. ഉണ്ട് ഉണ്ടെന്നുള്ളതിന് ഒരു തെളിവായിട്ടേ, അതായത് കേരളത്തിൽ ഒന്നാമത് അവക്കാഡോയ്ക്ക് മെയിനായിട്ടും തണുപ്പുള്ള കാലാവസ്ഥയാണ് വേണ്ടത്. അതെ, ഇടുക്കിയും വയനാട് പോലുള്ള ജില്ലയ്ക്കാണ് അവക്കാഡോ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ എങ്കിൽ പോലും നാട്ടിൻപുറത്തും നന്നായിട്ട് കായ്ക്കുന്ന അവക്കാഡോകളുണ്ട്, വെറൈറ്റികളുണ്ട്. അതിൽ പൊള്ളോക്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. അത് ഞാൻ പറഞ്ഞില്ല, ഈ ഇടമറ്റം പള്ളിയുടെ മുറ്റത്ത് നിൽക്കുന്ന മരത്തിൻ്റെ കമ്പ് എടുത്ത് നമ്മൾ ധാരാളമായിട്ട് ചെയ്ത് ധാരാളമായിട്ട് നാട്ടിലും കായ്ക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തെളിവായിട്ടാണ് ചെരിപുറത്ത് നഴ്സറി, ടോം ചെരിപുറത്ത് നഴ്സറി എന്ന് പറഞ്ഞ ടോമിൻ്റെ മുറ്റത്ത് കായ്ച്ചു നിൽക്കുന്ന മരം. ഞാൻ കോട്ടയത്ത് ആ പുള്ളിയുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നത്, കോട്ടയം അവിടെ പോയി നോക്കിയപ്പോഴേക്കും നല്ല രീതിയിൽ കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും ഒരു തൈ, അതിൻ്റെ ഒരു തൈ വേണം തോന്നുന്നു. അതെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊന്ന് നോക്കി എടുത്തുകൊണ്ട് പോരാൻ പറഞ്ഞു. അതെ അതെ, അത് ഇതേ മദർ പ്ലാന്റിൻ്റെ കമ്പ. പിന്നെ നമ്മൾ അവക്കാഡോ കൂടാതെ നമ്മൾ ധാരാളമായിട്ട് കൊക്കോത്തൈ ചെയ്യുന്നുണ്ട്. കൊക്കോത്തൈ അതാ നിൽക്കുന്നത് കൊക്കോത്തൈ. വില കൂടി വരാണല്ലേ? അതെ, ഡിമാൻഡ് കൂടി വരാണ്. പിന്നെ മറ്റൊരു കാര്യം, അവക്കാഡോയിൽ തന്നെ ഹാസ്, റീഡ് എന്ന് പൊള്ളോക്ക്, ഇങ്ങനെ 3 വെറൈറ്റി നമ്മുടെ ഉണ്ട്. ഓക്കെ. അതാ കാണുന്ന, ബാക്കിലോട്ട് തിരിഞ്ഞു നോക്കിയാൽ ആ കാണുന്നതെല്ലാം ഹാസിൻ്റെ തൈയാണ്. ഹാസിൻ്റെ വെറൈറ്റിയുടെ പ്രത്യേകത ഒന്നാമത് ഓയിൽ കണ്ടന്റ് കൂടുതലുണ്ട്. തന്നെയല്ല, മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് വലിപ്പക്കുറവാണ്. 5 കാ 1 കിലോ വരത്തുള്ളൂ. പക്ഷേ അത് സൂക്ഷിപ്പുകാലാവധി കൂടുതലുണ്ട്. ടേസ്റ്റ് കൂടുതലുണ്ട്, വില കൂടുതലുണ്ട്, എല്ലാ തരത്തിലും ഗുണം കൂടുതലുണ്ട്. പക്ഷെ അത് ചൂട് കാലാവസ്ഥ കായ്ക്കുമെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇടുക്കി വയനാട് മാത്രം പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, നമുക്ക് നമ്മുടെ കാലാവസ്ഥ കായ്ക്കുന്നതാണ് ഈ ബുള്ളോക്ക് എന്ന് പറയുന്നത്. ബുള്ളോക്കെന്ന് നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ഓക്കെ. ഇപ്പോൾ ആ ഒരു വെറൈറ്റി മാത്രമേ നമുക്ക് അങ്ങനെ കായ്പ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഈ തൈകളൊന്ന് കാണിച്ചു തരാം. ആയിക്കോട്ടെ. ഓക്കെ, ഈ കാണുന്നതെല്ലാം അവക്കാഡോയുടെ പല വെറൈറ്റി തൈകളാണ്. അതിൽ ഹാസ് വെറൈറ്റിയാണ് ആയിരിക്കുന്നത്. അതായത് ഈ ഇരിക്കുന്ന 3 ബെഡ് ഫുള്ളായിട്ട് ഹാസാണ്, ആ 2 ബെഡ് ഹാസാണ്. നമ്മൾ 250 രൂപയ്ക്ക് വിൽക്കുന്ന പറയുന്ന തൈ ഈ ടൈപ്പാണ്. ഇത്ര ഹൈറ്റുള്ള ഈ 1.5 അടി ഹൈറ്റുള്ള ഈ തൈ. നേരെ മറിച്ച് ആയിരിക്കുന്നതൊക്കെ വേറെ തൈകളാണ്. ഈ കാണുന്നത് ഇതൊക്കെ ബുള്ളോക്ക് തന്നെയാണോ? ഇതല്ല, ഇത് ബുള്ളോക്കല്ല. ഇത് റീഡ് എന്ന് പറഞ്ഞ
വെറൈറ്റി തയ്യാ റീഡ്. എന്താ അതിന്റെ പ്രത്യേകത? റീഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റീഡ് റൗണ്ട് കായാണ്, ചിരട്ട പോലെ ഇരിക്കും ഇതിൻ്റെ തൊണ്ട്. ഈ ചിരട്ട പോലെ കോരിയെടുക്കാവുന്ന സൈസാണ്. ഈ ടേസ്റ്റ് ഉണ്ട്, സൂക്ഷിപ്പോലാവധി കൂടുതലുണ്ട്, നല്ല ഫ്രൂട്ടാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഈ തണുത്ത ക്ലൈമറ്റ് ഉണ്ടല്ലോ, ഇടുക്കി വയനാട്, അവിടെ ഉള്ളവർ വെക്കേണ്ട വെറൈറ്റി ഏതാണ്? അതിനകത്ത് നമ്മൾ പറയുന്നത് ഹാസും റീഡുമാണ്. ഓക്കെ, അതാണ് ഏറ്റവും ബെറ്റർ. ഇടുക്കി വയനാടൻ ജില്ലയ്ക്ക് അവക്കാട് എല്ലാം വെക്കാം. അതിൽ ഏറ്റവും ബെറ്റർ ക്വാളിറ്റി ഹാസും റീഡും ഏറ്റവും ടോപ്പ് ഹാസാണ്. ഏറ്റവും ടോപ്പ് ഹാസാണ്, അവക്കടയിൽ ടോപ്പ് ഹാസാണ്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള കേരളത്തെ ക്ലൈമറ്റ് ജീവിക്കുന്നവർക്ക്, ബാക്കി ക്ലൈമറ്റിൽ ജീവിക്കുന്നവർക്കെന്ന് പറഞ്ഞാൽ ചൂട് കാലാവസ്ഥ അവക്കടയ്ക്ക് പൊതുവെ ഗുണമല്ല. പക്ഷേ എങ്കിൽ പോലും ചൂട് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ഈ 1-2 വെറൈറ്റി ഉണ്ട്. ഓക്കെ, അതായത് ഈ പൊള്ളോക്കിൻ്റെ തന്നെ ഈ തൈകളൊക്കെ 350 രൂപ വില വരും തയ്യാം. 350 ഇതുണ്ടോ, ഈ തൈകളെല്ലാം 350 രൂപ വില വരുന്ന തൈകളാണ്. ഈ മോഡൽ വലുപ്പത്തിലുള്ള ആ ബാക്കിലോട്ട് നോക്കിയാൽ ബാക്കിലോട്ട് ആ ബാഗിൽ തൈകൾ ധൈര്യമായിട്ട് കൊടുക്കാമല്ലോ. ധൈര്യമായിട്ട് കൊടുക്കാം. ധൈര്യമായിട്ട് കൊടുക്കാം. ഓക്കെ, ആ ബാഗിലിരിക്കുന്ന തൈകൾ ഉൾപ്പെടെ അതെല്ലാം 350. പിന്നെ 550 തൈയാണ് ആയിരിക്കുന്നത്. നമുക്ക് ഒന്നും കൂടെ കാണാം. ഇതും ആ പൊള്ളോക്കനത്തിൽപ്പെട്ട അവക്കാടയാണ് ഈ ഇരിക്കുന്നതല്ല അല്ലേ? അല്ല. ഇത് എത്രയാണ്? ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇത് 550 രൂപയാണ്. ഇതൊരു 3 അടിക്കടുത്ത് കായിട്ടുണ്ട്. ഇതാ വലിയ തയ്യാ. ഓക്കെ, 10-12 കവറ്. ഈ ഇരിക്കുന്ന തൈ കംപ്ലീറ്റ് ഈ വർഷത്തെ തയ്യാ. ഒരു 6 മാസത്തിലധികം പ്രായമില്ല, ഈ വർഷത്തെ തയ്യാ. ഓക്കെ, ഇത് കായ്ക്കാൻ എടുക്കുന്ന ടൈം എത്രയാണ്? ഇത് കഴിക്കാൻ എടുക്കുന്നത് ഇതൊരു 3 വർഷം ടൈം എടുക്കും. 3 വർഷം മതിയാവും. ഓക്കെ, ഈ ഇരിക്കുന്ന തൈ ഇത് 750 രൂപ വിലയുടെ തയ്യാ. ഓക്കെ, അത്യാവശ്യം ഹൈറ്റുള്ള തൈയാണ്. ഹൈറ്റുള്ളതെന്ന് പറഞ്ഞാൽ ഇതൊരു 3 അടി. ഇതുണ്ട്, ഇതാ ഈ മോഡൽ വരും തയ്യ. ഓക്കെ, ഇത് കഴിഞ്ഞ വർഷത്തെ തയ്യ. 1 വർഷം കഴിഞ്ഞായി തയ്യ. ഈ ഇരിക്കുന്ന കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഈ 2 വർഷം കൂടെ കഴിയുമ്പോഴേക്കും കായ്ക്കും. 2 വർഷം കൂടെ കഴിയുമ്പോഴത്തേന് കായ്ക്കും. 3 വർഷം കായ്ക്കാനായിട്ട്. 3 വർഷം മതി അവക്കാട കായ്ക്കാൻ. ഓക്കെ, 3 വർഷം കാഴ്ചക്ക് നിർമ്മാണം നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതൊക്കെ വലിയ തൈകളാണല്ലോ കേട്ടോ. ഇത് വലിയ തൈകളെ ഇത് കഴിഞ്ഞ വർഷത്തെ തയ്യാ. ഓക്കെ, കഴിഞ്ഞ വർഷത്തെ തൈയിൽ ഇത് ഹൈ റേഞ്ചിൻ്റെ വിവിധ മേഖലയിൽ നല്ല വെറൈറ്റി നോക്കി എടുത്തിട്ടുള്ളതാണ്. ഇതിന് കുറച്ച് തയ്യേ ഉള്ളൂ, 10-500 തയ്യേ ഉള്ളൂ. 500 തയ്യാനുള്ളത് അല്ലേ? നല്ല ഹൈറ്റ് ഉണ്ടല്ലേ? നല്ല ഹൈറ്റ് ഉണ്ട്. 5 അടി വരെ ഹൈറ്റുള്ള തയ്യിരിപ്പുണ്ട്. അത് ആയിരിക്കുന്ന തൈക്ക് 5 അടി 6 അടി വരെ ഹൈറ്റ് ഉണ്ട്. അതെ, നല്ല ഹൈറ്റുള്ള തയ്യാറുണ്ട്. ഇതൊക്കെ എത്ര റേറ്റ് വരുന്നത്? ഇത് 750 രൂപ. 750 ആ റേഞ്ച്. ഓക്കെ, അപ്പോൾ നേരത്തിൽ നേരിട്ട് വന്നു കഴിഞ്ഞാൽ വലിയ തൈ നോക്കി എടുക്കാം. അതെ. ഓക്കെ, ഈ അവക്കാട കൃഷിയുടെ കാര്യം പറയുവാണെങ്കിലേ ആളുകൾ അറിയാത്ത ഒരു കാര്യമുണ്ട്. ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇതിന് അവക്കാട കൃഷി നല്ല രീതിയിൽ സബ്സിഡി ഉണ്ട്. 50% വരെ സബ്സിഡി കൊടുക്കുന്ന കൃഷിഭവനുകളുണ്ട്. അത് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. അതായത് കൃഷിഭവനിൽ അന്വേഷിച്ചാൽ അവൻ്റെ വ്യക്തമായ ഡീറ്റെയിൽ പറയും. ഞാനിവിടുത്തെ തൈ കൊടുത്തു വിട്ടിട്ട് പല ആളുകൾക്കും സബ്സിഡി കിട്ടിയിട്ടുണ്ട്. പല ആളുകളും സബ്സിഡിക്ക് ഫോം മേടിച്ചിട്ടുണ്ട്. ഈ സബ്സിഡിക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒന്നാമത് തൈ മേടിക്കുന്ന നഴ്സറിയിലെ ബില്ല് വേണം. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ വേണം, ബാങ്കിൻ്റെ അക്കൗണ്ട് വേണം. കൃഷി ഓഫീസർ നേരിട്ട് വന്ന് കണ്ട് ബോധ്യപ്പെട്ട് സബ്സിഡി കൊടുക്കുക. അതതിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, എത്ര മിനിമം സ്ഥലം വേണ്ടത്? അങ്ങനെ മിനിമം സ്ഥലമൊന്നുമില്ല. മിനിമം 10 തൈയെങ്കിലും നടാനുള്ള ആളുകൾക്ക് സബ്സിഡി കിട്ടും. 10 തൈക്ക് സബ്സിഡി ഉണ്ട്? 10 തൈക്ക് സബ്സിഡി. 10 തൈയെങ്കിലും മിനിമം നട്ടിരിക്കണം. ഓക്കെ, എന്നാൽ സബ്സിഡി കിട്ടും. ഓക്കെ, എത്ര % വരെ കിട്ടുന്നതെന്ന് അറിയാമോ? 50% വരെ കിട്ടുന്ന നഴ്സറികളുണ്ട്, കൊടുക്കുന്ന കൃഷിഭവനുകളുണ്ട്. ഓക്കെ, അപ്പോൾ അത് ചോദിച്ചു വാങ്ങാം അല്ലേ? ചോദിച്ചു വാങ്ങാം. ഓക്കെ, അവക്കാഡോ കൃഷി ചെയ്യുന്ന രീതി പറഞ്ഞാൽ ഒരു 2 കുഴിയെടുത്ത് നല്ലപോലെ ഇടിച്ചു മൂടി എന്ന് പറഞ്ഞാൽ ചുവട്ടിലൊട്ടും വെള്ളം കെട്ടാത്ത രീതിയിൽ നല്ലപോലെ കൂനയായിട്ട് ഉരുട്ടി മൂടിയിട്ട് ശകലം എല്ലുപൊടി, ചാണകപ്പൊടി, വേപ്പ് മണ്ണാക്ക്, ഈ 3 കൂട്ടം വളങ്ങൾ ഒരു കൊട്ടയ്ക്കടുത്ത് വരത്തക്കോലെ ചെറിയ പിള്ളക്കുഴിയിൽ കുത്തിയിട്ട് നല്ലപോലെ മണ്ണുമായിട്ട് മിക്സ് ചെയ്ത് ആ തടത്തിൽ വേണം തൈ വെക്കാൻ. പിന്നെ മറ്റൊരു കാര്യമാണെന്ന് വെച്ചാൽ ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒട്ടും ചുവട്ടിൽ വെള്ളം കെട്ടരുത്. വേനൽക്കാലത്ത് നനയ്ക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ വളരെ നല്ലത്. നനയുള്ളതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, നന ഒരു പ്രധാന കാര്യമാണ്. എന്നാൽ ചെളിയോ വെള്ളക്കെട്ടോ ഉള്ള ഭാഗത്ത് അവക്കാടോ ഒരു കാരണവശാലും കൃഷി ചെയ്യാൻ പറ്റത്തില്ല, അത് കൊള്ളത്തില്ല. ഓക്കെ, ഞാൻ എൻ്റെ ഒരു സംശയം ചോദിക്കുകയാണ്, ഈ ചെറിയ തൈ വാങ്ങുന്നതാണോ വലിയ തൈ വാങ്ങുന്നതാണോ നല്ലത്? തൈ എപ്പോഴും വലിയ തൈ, ഇതിൻ്റെ ബാലപീഠ കഴിഞ്ഞാൽ അതായത് ഇച്ചിരി വലിയ തൈ കൊണ്ടുപോയി വെക്കുവാണ് നല്ലത്. അതാണ് നല്ലത്. കുറഞ്ഞ പക്ഷം ഒരു ഈ ഗ്രോത്തെങ്കിലും ആയ തൈ വെക്കണം. ഓക്കെ, തീരെ ചെറുതൈ വില കുറവുണ്ടെന്ന് ഉദ്ദേശിച്ചിട്ട് അത് വന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ വലിയ പാടാണ്. നമ്മൾ നേഴ്സറി ഇതായതുകൊണ്ട് നമ്മൾ റെഡിയാക്കി എടുക്കും. പക്ഷെ അതുപോലെ കൊണ്ടുപോകുന്നവർക്ക് അത്ര തന്നെ പരിചരണം പറ്റത്തില്ല. അതുകൊണ്ട് ചിലപ്പം ഡാമേജ് ഒക്കെ വരാം. ഓക്കെ, ഒരു ഹൈറ്റ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ? ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല, കയറി വന്നോളൂ അല്ലേ? നമ്മളിവിടെ നഴ്സറിയിൽ അവക്കാഡോ കൂടാതെ
കൊക്കോ ധാരാളമായിട്ട് നഴ്സറിയിൽ തൈ ഇട്ടിട്ടുണ്ട്. കൊക്കോയ് ഈ ഇരിക്കുന്ന തൈ ഇതെല്ലാം കംപ്ലീറ്റ് കൊക്കോയാണ്. അപ്പുറത്തോട്ട് വേറെ ധാരാളമായിട്ട് കൊക്കോ ഇരിപ്പുണ്ട്. കൊക്കോ ആവശ്യക്കാർക്ക് ധാരാളം കൊടുക്കാനുണ്ട്. ഓക്കെ, ഇതിന്റെ തൈയുടെ വിലയൊക്കെ വരുന്നത് തൈ ഇവിടെ സിംഗിൾ തൈ 25 രൂപ. 25 രൂപ. ഓക്കെ, നമ്മൾ എത്ര തൈ ചോദിച്ചാലും കൊടുക്കാനുണ്ടാവും? കൊടുക്കാനുണ്ട്. ഓക്കെ, ഇപ്പം ഡിമാൻഡ് ഉണ്ടല്ലേ? ഡിമാൻഡുണ്ട്. ഓക്കെ, തൈ വലിയ തൈ ഇരിപ്പുണ്ട്. ഇതിന്റെ കാണിച്ചുതരാം. നല്ല ഹൈറ്റുള്ള തൈകളുണ്ട്. ഹൈറ്റുള്ള തൈയുണ്ട്. 2 അടി വരെ ഹൈറ്റുള്ള തൈയുണ്ട്. ഓക്കെ, കൊക്കോ തൈ ആവശ്യക്കാർക്ക് ധാരാളം തൈ ഉണ്ടാക്കിയിട്ടുണ്ട്. കൊക്കോ തൈ ഇതുണ്ടോ, ഈ വലുപ്പം വരെയുള്ള തൈ നമ്മുടെ ഉണ്ട്. ഓക്കെ, ചെറുതൈകൾ മാത്രമല്ല, ചെറുതൈകൾ മാത്രമല്ല, വലിയ തൈയുണ്ട്. ഒരുപാട് തൈയുണ്ടല്ലേ? തൈയുണ്ട്. തൈ ധാരാളം തൈയുണ്ട്. അവക്കാടോയും കൊക്കോയും കൂടാതെ നമ്മുടെ ധാരാളം ജാതിത്തൈയുണ്ട്. ജാതിത്തൈ എന്ന് പറഞ്ഞാൽ 2 തട്ട് 3 തട്ടായ തൈയാണ്. ഈ കാണുന്നതെല്ലാം നല്ല സുന്ദരമായ തൈകൾ ഇരിക്കുന്നതാണ്. ഓക്കെ, ഇതിന്റെ വില എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഇതിന്റെ വില ഇത് 750 രൂപ. 750 രൂപ അല്ലേ? ആ, നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ എല്ലാ വെറൈറ്റിയും ഇവിടെ തന്നെയുള്ള പ്രൊഡക്ഷൻ? അതെ. അല്ല, പുറത്തുനിന്ന് എടുത്ത് ചെയ്യുന്നില്ല? അല്ല. ഇതിന്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ജാതി നമുക്ക് ഈ ഒരു വലിപ്പത്തിലുള്ളതേ ഉള്ളൂ. ചെറിയ തൈ നമ്മുടെ കയ്യിലില്ല. ഓക്കെ, ഈ ഒരു വലിപ്പത്തിലാണ് നമുക്കുള്ളത്? അതെ. അതായിരിക്കുന്ന ഇങ്ങോട്ടും തിരിഞ്ഞ് കുളത്തിൻ്റെ സൈഡിൽ കൂടെ. അതെ. നമ്മൾ അവക്കാടോയും കൊക്കോയും ജാതിയും കൂടാതെ നമ്മൾ സർപ്പൻറ്റൈൻ മോഡൽ കുരുമുളക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊന്ന് കാണിക്കാമോ? സർപ്പൻറ്റൈൻ മോഡൽ കുരുമുളക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഇട്ട് പിടിച്ചിട്ട് അത് കാണുന്നു അതൊക്കെ. പക്ഷേ ഒരു 3 മാസം കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് തൈ വിൽപ്പനയ്ക്കാവുള്ളൂ. 3 മാസം? 3 മാസം. ഓക്കെ, 3 മാസം കഴിഞ്ഞതിന് ശേഷമേ തൈ വിൽപ്പനയ്ക്കാവുള്ളൂ. ഇപ്പം നമ്മുടെ കയ്യിൽ പെപ്പർത്തക്കൻ 2, പന്നിയൂർ 5, പന്നിയൂർ 7, പന്നിയൂർ 8, വിജയ്, ഗിരിമുണ്ടി ഇങ്ങനെയുള്ള എല്ലാ തരം കൊടികളും ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കൊടികളാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നതുകൊണ്ടുള്ള മെച്ചം എന്താണ്? ഈ രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് ഒരു കവറിനകത്ത് ഒരു തൈയെ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ വേറൊരു കാര്യമുണ്ട്, അത് നല്ല ആരോഗ്യമുള്ള നല്ല ഗ്യാരണ്ടിയുള്ള തൈ ആയിരിക്കും. വെറൈറ്റി ഒരു മരത്തിന് ഒരു തൈ വിശ്വസിച്ച് കൊടുക്കാം. ഒരു മരത്തിന് ഒരു തൈ മതിയാവും. വിശ്വസിച്ച് ഗ്യാരണ്ടി ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഒരു സൈസ് മാറത്തില്ല. അതാണ് ഏറ്റവും മെയിൻ ഒരു കാര്യം. ഇതൊക്കെ പന്നിയൂർ 5 ആയത്. ഇത് പന്നിയൂർ 5. കാണുന്ന പന്നിയൂർ 8. ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള വെറൈറ്റി ഏതാ? ഇത് ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത് പെപ്പർത്തക്കൻ 2, പന്നിയൂർ 5, പന്നിയൂർ 7 ഒക്കെയാണ്. ഓക്കെ. അത് നമ്മൾ ധാരാളം ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന കുരുമുളക് ഈ ഗിരിമുണ്ടി എന്ന് പറയും. സ്പൈസസ് ബോറിൻ്റെ കൊടിയാണ്. ഇത് നീലമുണ്ടിയും നാരായക്കൊടിയും കൂടെ മിക്സാണ്. ഓക്കെ, ഇതൊക്കെ നല്ല ഗ്യാരണ്ടിയുള്ള സൈസ് കൊടുത്തികളാണ്. ഇതൊക്കെ വിൽപ്പനയ്ക്കായി വരുന്നേ ഉള്ളൂ. 3 മാസം എടുക്കും. 3 മാസം എടുക്കും. ഈ മരം ഇത് 6 വർഷം പഴക്കമുള്ള മരമാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ഇതിൻ്റെ വിഷുവിലെടുക്കുമ്പോൾ ഒരു 10-40 കായ ഉണ്ടായിരുന്നുള്ളൂ. ഈ വർഷം ഇത് നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. നിറയെ കായ്ച്ചു അല്ലേ? എങ്ങനെയാണ് നിറയെ കായ്ച്ചിട്ടുണ്ട്? ഒരു 150 കിലോ കായെങ്കിലും കിട്ടിയേക്കും എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ 2 സപ്പോർട്ടും മുട്ടൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുക. നമുക്കിതിൻ്റെ ഒരു കായൊന്ന് പറിച്ചു നോക്കാം. ഓക്കെ. ഓക്കെ, ഇങ്ങനെ ഏകദേശം പറിക്കാറായി വരുന്നേ ഉള്ളൂ. എല്ലാം നല്ല മൂപ്പായില്ല. അത് എടുക്കാമല്ലോ. ഓക്കെ, ഇതാ ഇത് അത്ര നല്ല സൈസ് ആയില്ല. ഒരു 3/4 മൂപ്പ് ആയിട്ടുള്ളൂ. ഇത് ഇനിയും ഒരു 100-150 ഗ്രാം കൂടെ വളരും. ഓക്കെ, ഇനി വലുതാവും അല്ലേ? വലുതാവും. എന്നാ ഓക്കെ. ഇങ്ങോട്ട് ഓക്കെ. ഈ മരത്തിൻ്റെ കാ പഴുക്കുമ്പം വയലറ്റ് കളർ വരുമെന്ന് പറയുന്ന ഇതാണ്. ഇത് മുറിക്കുവാണെങ്കിൽ ഇതിങ്ങനെ കണ്ടിച്ചെടുത്താൽ ഇതാ ഈ മരത്തിൻ്റെ കായ. ഇത് നല്ല 100% നല്ല ഫ്രഷ് പഴുത്ത വിത്ത് ഓവർ വലിപ്പമില്ല. അതായത് ഇതിന് ശരാശരി നോക്കുമ്പം ചെറിയ വിത്താണ്. ഓക്കെ, നല്ല മാംസളമായ ഭാഗം കൂടുതലുണ്ട്. ഇതിപ്പോഴേ ഈ അവക്കട കായ്ക്കാന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഇങ്ങനെ കായ്ക്കും. ഇത് കൊലകൊലയായിട്ട് കായ്ക്കും. ഈ വർഷം അമിത വേനൽ കാരണം കൊണ്ട് ഈ ചുവട് ഭാഗത്ത് നിന്ന് കുറേ കാ പൊഴിഞ്ഞു പോയി. അത് കാരണം കൊണ്ടാണ്. അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കൊലകൊലയായിട്ട് കായ്ക്കും. കൊലകൊലയായിട്ട് ഇതിപ്പോൾ ഈ ഒരു കൊല കണ്ടോ, ഒരു 8-10 കായുണ്ട്. അതെ. ചേട്ടാ, ഇനി എല്ലാവർക്കും അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡെലിവറിയുടെ കാര്യമാണ്. ഇതിപ്പോൾ നഴ്സറി ഇടുക്കിയിലാണല്ലോ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് എങ്ങനെ നമുക്ക് തൈകൾ കൊടുക്കാം? നമ്മളെ ബൾക്കായിട്ട് ഓർഡർ ഉള്ളവർക്ക് നമ്മൾ തൈ എത്തിച്ചു കൊടുക്കും. ഓക്കെ. അതല്ല, ഇനിയിപ്പോൾ കുറച്ചൊക്കെ തൈ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് കൊറിയർ അയച്ചു കൊടുക്കാൻ പറ്റും. ഓക്കെ. കൊറിയർ അയച്ചു കൊടുക്കുന്നവർ ആളുകൾ വിളിച്ച് ബന്ധപ്പെട്ട് കഴിയുമ്പം കൊറിയർ ചാർജും തൈയുടെ പൈസയും കൂടെ അയച്ചു തരുന്നവർക്ക് നമ്മൾ കൊറിയർ അയച്ചു കൊടുക്കും. DTDC മുഖാന്തരം കൊറിയർ അയക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ലാതെ തൈ എത്തി കിട്ടുന്നുണ്ട്. അപ്പോൾ എവിടേക്കാണെങ്കിലും നമുക്ക് അയച്ചു കൊടുക്കാം? കേരളത്തിൽ എവിടെ വേണമെങ്കിലും അയച്ചു കൊടുക്കാം. ഓക്കെ. ഇതേ 3 വർഷം കൊണ്ട് അവക്കാടോ കായ്ക്കുമെന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതാണ്. ഇത് കറക്റ്റ് 3 വർഷമായുള്ളൂ ഈ മരം. ചെറിയ മരമാണല്ലേ? ചെറിയ മരം, വളരെ ചെറിയ മരം.
അതിലും അത്യാവശ്യം കാച്ചിട്ടുണ്ടല്ലേ? ആ അതെ. ഇതിൽ എങ്ങനെയായാലും 50 കായ് കൂടുതലുണ്ട്. ആ ഇത് കണ്ടായിരുന്നില്ലേ, 50 കായ് കൂടുതലുണ്ട്. ഇതാണ് 3 വർഷം കൊണ്ട് കായ്ക്കുന്ന മരം. ഇതുണ്ടോ അതിൻ്റെ ആ സൈഡൊക്കെ കായയുടെ ഭാരം കൊണ്ട് ചെരിഞ്ഞ് കിടക്കണം. അതെ, അങ്ങോട്ട് കായകൾ അങ്ങോട്ടാണല്ലേ ഉള്ളത്? ഓക്കെ.